അതേ, ദുരന്ത സമയത്ത് തമാശ പറയാമോ എനിക്കറിഞ്ഞൂടാ. ബട്ട് നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ചിരിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഈ വയനാട് ദുരന്തം ഇപ്പം മഴ പെയ്തു കഴിഞ്ഞു, ഇപ്പം മരം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുരന്തം അവസാനിച്ചു, ഇപ്പം മൃതദേഹങ്ങൾ തപ്പുന്നു, ആ കൂടെ എല്ലാവരും കഷ്ടപ്പാടിൽ, വലിയ കുഴപ്പമാണ്. അപ്പോൾ വലിയ വലിയ വമ്പൻ ഓഫറുകൾ. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥൻ അഗസ്റ്റിൻ, ഞാൻ റിപ്പോർട്ടർ ചാനൽ നോക്കി നിൽക്കുമ്പോഴാണ് അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അനൗൺസ് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ 1000 ഏക്കർ ഭൂമിയുണ്ട്, ഞാൻ ഈ സ്ഥലങ്ങളെല്ലാം പുനർനിർമ്മിക്കാം. ഒരു പുതിയ പുഞ്ചിരിമട്ടം, ഒരു പുതിയ ചൂരൽമല, ഒരു പുതിയ മുണ്ടക്കൈ, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ ആ മനുഷ്യൻ പറയുന്നു. 1000 ഏക്കർ ഭൂമിയുണ്ട്, കാശുണ്ട്, ഒന്നുകൊണ്ടും ആരും വിഷമിക്കേണ്ട. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ്. സന്തോഷം. എനിക്കും തോന്നിയത് ഇത് കൊള്ളാമല്ലോ, ഒരു മനുഷ്യൻ കംപ്ലീറ്റ് ലോഡ് പുള്ളി ഏറ്റെടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അവരുടെ ഒന്നും സൗജന്യം ആവശ്യമില്ല. വേണ്ട റവന്യൂ ക്ലിയറൻസും എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. കറണ്ട് കണക്ഷൻ, വാട്ടർ കണക്ഷൻ, ഇതിനൊക്കെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയൊക്കെ സഹകരിക്കണമല്ലോ. അത്രയും ചെയ്താൽ മതി, ബാക്കി ഈ മിസ്റ്റർ അഗസ്റ്റിൻ ചെയ്തോളും. നല്ല ഓഫറാണ്. ഒട്ടും പുറകിലല്ല നമ്മളുടെ ബോബി ചെമ്മണ്ണൂർ, ബോച്ചെ എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ കേരളത്തിലെ വലിയ ധനവാനാണ്. അദ്ദേഹം പറഞ്ഞു, 100 വീടാണ് ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത്, അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ. സ്ഥലവും എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ സ്ഥലവും തരണ്ട, സ്ഥലവും ഞാൻ കണ്ടെത്താം, വീടും ഞാൻ വെച്ച് കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ എന്ത് വേണം? ആർക്കും ഒരു പണിയില്ല. നരേന്ദ്രമോദിയോട് വീട്ടിൽ പോകാൻ പറ, പിണറായി വിജയനോട് അമേരിക്കയിലോ എല്ലാം പോകാൻ പറ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവർക്കൊന്നും ഒരു പണിയില്ല. ആകെയുള്ള പണി ആ പട്ടാളക്കാർക്കാണ്. അത് മൃതദേഹങ്ങളുടെ കഷ്ണം അവിടെ എവിടെയൊക്കെ ചെതറി കിടപ്പുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കൊടുക്കണമല്ലോ ആളുകൾക്ക് കർമ്മം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കർമ്മം തന്നെ ഇപ്പോൾ മതേതര കർമ്മമാണ്. 3 മതങ്ങളും ഒരുമിച്ച്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. ഈ പാഴ്സി എന്താ അതിലില്ല, എനിക്ക് മനസ്സിലായില്ല. പാഴ്സിക്കാരെങ്കിലും ഉണ്ടോ ആ കൂട്ടം? നമുക്കറിഞ്ഞുകൂടില്ല. പാഴ്സി ഉണ്ടാവാം, ബൗദ്ധനുണ്ടാവാം, ജൈനനുണ്ടാവാം, നിരീശ്വരവാദി ഉണ്ടാവാം. നിരീശ്വരവാദിയുടെ ഒരു കൈയുടെ കഷ്ണം കിട്ടി, അത് പൊതിഞ്ഞ് കിട്ടിയിട്ട് അവിടെ ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ പ്രാർത്ഥന നടത്തുന്നത് മോശമല്ലേ? മരിക്കുമ്പോൾ പോലും അദ്ദേഹം നിരീശ്വരവാദി ആയിരുന്നല്ലോ. ഈ ജാതി സാധനങ്ങൾ കാണുമ്പോൾ വാസ്തവത്തിൽ ചിരിയാണ് വരുന്നതെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ കരയുകയും ചെയ്യാം. ചിരിക്കണോ കരയണോ എന്ന് അറിഞ്ഞുകൂടാത്തൊരു അവസ്ഥ വരുമല്ലോ മനുഷ്യന്. അങ്ങനത്തെ പരിപാടി നടക്കുമ്പോഴാണ് സൈഡിൽ കൂടെ ഒരു ഇമെയിൽ, തിരുവിതാംകൂർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, ശബരിമലയ്ക്കുള്ള സ്പെഷ്യൽ കമ്മീഷണർക്ക് ഒരു മെയിൽ വരുന്നു. ആ മെയിൽ വരുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ, വയനാട് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഡിസ്ട്രിക്ട് കളക്ടർ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനും കൂടെയാണ്. ആ കപ്പാസിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ മെയിൽ. അപ്പോൾ ഈ ഇമെയിലിലെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 30-40 ബയോ ടോയ്ലറ്റ് ശബരിമലയിലുള്ളത് ഞങ്ങൾക്ക് തന്നാൽ വലിയ ഉപകാരം. അങ്ങനെ തന്നെയാണ്. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഇഫ് യു ക്യാൻ സ്പെയർ 30-40 ബയോ ടോയ്ലറ്റ്സ് ടു അസ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അങ്ങനെ ആകെ കൂടെ വിഷമിച്ച് നിൽക്കുക. പുളി കൂടി ഹൈക്കോടതിയിൽ വന്നു. എനിക്കിങ്ങനെ അവിടുത്തെ ജില്ലാ കളക്ടർ മെയിൽ തന്നിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താ അത് കാര്യം ചോദിച്ചു. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് 2-ാം തീയതിയിലത്തെ ജഡ്ജ്മെൻറ്റാണ്. 2-ാം തീയതി രാവിലെ തന്നെ സ്പെഷ്യൽ കമ്മീഷൻ സുപ്രീം കോടതി ഇവിടെ ഹൈക്കോടതിയിൽ വന്ന് കരയുന്നു. ഹൈക്കോടതി അപ്പം തന്നെ അതിൻ്റെ നടപടി എടുക്കാൻ 3 മണിക്ക് സർക്കാരിനോട് പറയുന്നു, എന്താ സത്യാവസ്ഥ എന്ന് പറ. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഞങ്ങളിത് പോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. 3 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നു. 3 മണിക്ക് തന്നെ ഓർഡർ അടിക്കുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി ഇറങ്ങിയ ഓർഡറാണ് എൻ്റെ കയ്യിലുള്ളത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ആൻഡ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ. ഇതാണ് ദേവസ്വം ബെഞ്ച് എന്നറിയപ്പെടുന്നത്. വാസ്തവത്തിൽ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞൊരു ബെഞ്ചില്ല, അങ്ങനെ പേരുള്ളൊരു ബെഞ്ചില്ല. ബട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദേവസ്വത്തെ സംബന്ധിച്ച് കേസോട് കേസാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ 2 ജഡ്ജിമാരെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ട് അവരുടെ ബെഞ്ചിലേക്ക് ദേവസ്വം കേസുകളെല്ലാം അങ്ങോട്ട് അയക്കാൻ തുടങ്ങി. അങ്ങനെ അത് മെല്ലെ ദേവസ്വം ബെഞ്ച് എന്നറിയപ്പെട്ടു. അതിനർത്ഥം അവിടെ ഇരിക്കുന്ന ജഡ്ജിമാർ
ദേവസ്വം മാത്രം നോക്കും, വേറെ ഒന്നും നോക്കും, വേറെ മാറ്ററും ഒക്കെ അവർ നോക്കാറൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, ഞാൻ ഒരു ചെറിയ തെറ്റിദ്ധാരണ മാറ്റാമെന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ആവശ്യം 10-30 ടോയ്ലറ്റ് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ദേവസ്വം ബോർഡിന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ 10-28 ടോയ്ലറ്റ് ഇരിപ്പുണ്ട്, അതിൻ്റെ കപ്പാസിറ്റി 1000 ലിറ്ററാണ്. എന്ന് വെച്ചാൽ 1000 ലിറ്ററിൻ്റെ ഒരു കറുത്ത HDP ടാങ്ക് ഉണ്ടല്ലോ, അത്രയും വെള്ളമൊക്കെ ആയിട്ടുള്ള ചെറിയ സംവിധാനം. അപ്പോൾ ഇത് 28 എണ്ണം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ 3 എണ്ണം കേടാണ്, ബാക്കി 25. 10 ടോയ്ലറ്റ് മരക്കൂട്ടത്തിൽ പെർമനൻ്റ്ലി ഫിക്സ് ചെയ്തിരിക്കുക, അത് ഇളക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ 25-ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ ബാക്കി 15. ഈ 15 അങ്ങോട്ട് വയനാട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓഗസ്റ്റ് 16-ാം തീയതി നട തുറക്കാൻ പോവുക ശബരിമലയിൽ. അത് തുറക്കാതിരിക്കാൻ പറ്റില്ല. വയനാട് ദുരന്തം വന്നു, അതുകൊണ്ട് ശബരിമല നടയടച്ചിട്ടും എന്ന് പറയാൻ പറ്റില്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു 30,000-40,000 ആൾ ഈ ചിങ്ങമാസം 1-ാം തീയതി ചിങ്ങപ്പുലരി പിന്നെ 6 ദിവസം തുറന്ന് വയ്ക്കുമല്ലോ. അപ്പോൾ ഡെയിലി ഒരു 30,000-40,000 ആൾ വരും. അവർക്കുള്ള ടോയ്ലറ്റാണിത്, പല സ്ഥലത്തായിട്ട് വെച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഐഡിയലി 20 പേർക്ക് ഒരു ടോയ്ലറ്റാണ് ഇതിൻ്റെ കണക്ക്. ഞാനിപ്പോൾ കാര്യം വയസ്സൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിലും ആയ കാലത്ത് അല്പം സേവാപ്രവർത്തനമൊക്കെ നടത്തിയ കൂട്ടത്തിലാണ്. അതിൽ അന്നത്തെ എൻ്റെ ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചത് ടോയ്ലറ്റ് 20 പേർക്ക് ഒരു ടോയ്ലറ്റ്. ഒരു ഓഡിറ്റോറിയം നമ്മൾ പണിയുന്നു, ഒരു സിനിമ തിയേറ്റർ പണിയുന്നു, മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യുന്നു, ഒരു സ്കൂള് ടെമ്പററി നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആവശ്യത്തിന് എടുക്കുന്നു, ഒരു കൺവെൻഷൻ നടത്തുന്നു, ഇതിന് ടോയ്ലറ്റ് വേണം, എത്ര വേണം? അപ്പോൾ അത് 20 പേർക്ക് ഒരു ടോയ്ലറ്റ് എന്നാണ് ഐഡിയൽ കണക്ക്. ഇത് 20-ൽ കുറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ അവിടെ ക്യൂ നിൽക്കും. അതായത് നിങ്ങൾ ടോയ്ലറ്റിനുള്ളിലുള്ളപ്പോൾ പുറത്തൊരാൾ കാവൽ നിൽക്കും. അതത്ര സുഖകരമായ കാര്യമല്ല. ഉള്ളിലുള്ള ആൾക്കും നല്ലതല്ല, പുറത്തുള്ള ആൾക്കും നല്ലതല്ല. പുറത്തുള്ള ആൾ കുറച്ച് സമയം കഴിയുമ്പോൾ നോക്ക് ചെയ്യും. ഇതൊക്കെ വലിയ പ്രശ്നമല്ലേ, നാണക്കേടല്ലേ, വൃത്തികേടല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൻ്റെ MD അല്ലെങ്കിൽ ബോച്ചെ, ഇവരൊക്കെ ഇത്ര വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിനായിട്ട് വയനാട് ജില്ലാ കളക്ടർ സൂത്രത്തിന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ഇമെയിൽ അയക്കേണ്ട കാര്യം എന്താ? ഇവരോട് ആരോടെങ്കിലും പറഞ്ഞാൽ പോരെ? ഇതിൻ്റെ വിലയും ഞാൻ അന്വേഷിച്ചു. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 40,000-50,000 രൂപ വരും, ഇത്രയേ ഉള്ളൂ. ഈ 25 ടോയ്ലറ്റിന് എത്ര ലക്ഷം രൂപ വരുമെന്നാണ് നിങ്ങൾ കൂട്ടി നോക്കി. ഒരെണ്ണത്തിന് 50,000 രൂപ വെച്ചിട്ട് 10 ടോയ്ലറ്റിന് 5 ലക്ഷം, 100 ടോയ്ലറ്റിന് 5 കോടി. 5 കോടിയൊക്കെ പുല്ലുപോലെ കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണ്. അപ്പോൾ ഓരോരുത്തർ 2-3 കോടി രൂപയൊക്കെ ഇല്ല. പിണറായി വിജയൻ മാത്രമല്ലേ 1 ലക്ഷം രൂപ കൊടുത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അതിൽ കൂടുതൽ കൊടുത്തു. പുള്ളി 1 ലക്ഷം രൂപ, പിന്നെ പുള്ളിയുടെ കൊച്ചുമകൻ 12,500. അപ്പോൾ അതും കൂടെ അപ്പൂപ്പൻ്റെ കണക്കിൽ ചേർത്ത് കഴിഞ്ഞാൽ 1,12,500 രൂപയാണ് മൂപ്പര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കൊടുത്തു. ഏതായാലും ആ 1 ലക്ഷം രൂപയ്ക്ക് ടോയ്ലറ്റ് മേടിച്ചാൽ തന്നെ ആയല്ലോ കുറേ ടോയ്ലറ്റ്. 2 ടോയ്ലറ്റ് ആയതിൻ്റെ കാശായില്ലേ. പിന്നെ ആ ചെറുക്കൻ്റെ മുട്ടായി കാശ് വേറെ ബാക്കി നിൽക്കും, 12,500 രൂപ. അപ്പോൾ ഇതെല്ലാം ഈ സംവിധാനം ഉള്ളപ്പോൾ ഈ ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുന്നത് എന്തൊരു വൃത്തികേടാണ്. ഈ ചാനലുകാർക്കും സംഗതിക്കും ഇതൊന്നും അറിയില്ലേ? മനുഷ്യന് ഭക്ഷണം കഴിക്കൽ മാത്രമാണ് ആവശ്യം എന്നാണോ ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്? ഭക്ഷണം കൊടുക്കാൻ എൻ്റെ ദൈവമേ എന്തൊരടിയാണ് അവിടെ. ഭക്ഷണവും കൊണ്ട് ലോറിയോട് ലോറി, അവസാനം ഭക്ഷണം കൊണ്ട് ശ്വാസം മുട്ടി ചത്തുപോകും എന്നുള്ള സ്ഥിതിയായി. ഇതാണ് ഗതികേട്. അതിനിടയ്ക്ക് ആരോ പറഞ്ഞു വരുത്തി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് കൊടുത്തു. അപ്പോൾ മന്ത്രി ചൂടായി, നമ്മുടെ കൃഷിമന്ത്രി KA രാജൻ. എനിക്ക് വലിയ സങ്കടമുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും പോയി നോക്കി, എല്ലാ ദുരിതാശ്വാസ ക്യാമ്പിലും നോക്കി, ഉപ്പുമാവാണ് കൊടുത്തിരിക്കുന്നത്, ബ്രെഡേ കൊടുത്തിട്ടില്ല. എന്നിട്ട് വേണമല്ലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് ആ വശത്തൂടെ ആരും കൊണ്ടുപോയിട്ടില്ല. പിന്നെ ആരുടെ ഈ അപവാദം വരുത്തിയത്? അപ്പോൾ ആരെങ്കിലും ഉപ്പുമാവിൽ എന്തെങ്കിലും ഒച്ചോ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കും. ഇതൊക്കെ മലയാളിയുടെ കുറേ അധികം കലാപരിപാടികളുണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കും. ചുരുക്കി പറഞ്ഞ് ഇവരെന്ത് ചെയ്തു, കിച്ചൺ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ കിച്ചൺ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്യാൻ ഉത്തരവിട്ടു. കുഞ്ഞാലിക്കുട്ടി ക്ഷോഭിച്ചു, പരിഹസിച്ചൊക്കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു.
ഇതെന്ത് മര്യാദയാണ്? ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അടുക്കള പൂട്ടിച്ചു. അവരുടെ എന്തോ ഒരു സന്നദ്ധ സംഘടനയുണ്ടപ്പാ. സന്നദ്ധ സംഘടനകൾ ഭയങ്കര ഇടിയാണ് തമ്മിൽ. എല്ലാവർക്കും അവരവരുടെ ലേബലുണ്ട്. എത്ര സംഘടന, SYS, KSSF, DYFI, സേവാഭാരതി, പിന്നെയും പേരറിഞ്ഞുകൂടാത്ത കുറേ മുസ്ലിം ലീഗിൻ്റെ ആണ്, ഗ്രീൻ GRO അങ്ങനെ എന്തോ സാധനം, എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ദൈവമേ. ഇവരൊക്കെ ടീഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനത്തെ മടക്കുമൊക്കെ നടന്ന് ഇത് ചെയ്യുന്നു. ഇപ്പോൾ ഇന്നലെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ പട്ടാളക്കാരും ഒക്കെ കൂടെ പറഞ്ഞു, എല്ലാം ബെയിലി പാലത്തിന് അപ്പുറത്ത് പോകും, ഇപ്പുറത്ത് ഒരെണ്ണത്തെ കണ്ടുപോകരുതെന്ന്. സമാധാനമായി. യുവമാരുടെ ഇടികൊണ്ട് അവിടെ വഴി നടക്കാൻ മേല. ഈ മൃതശരീരം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ജോലിയില്ല, അതിന് ട്രെയിനിങ് ഒക്കെ വേണ്ടേ. ഞങ്ങളൊക്കെ ട്രെയിൻഡാണ്. എവിടെ ട്രെയിൻ ചെയ്തു? ആര് ട്രെയിൻ ചെയ്തു? നിങ്ങളാരെങ്കിലും കേരളത്തിലൊരു ട്രെയിനിങ് ക്യാമ്പ് കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ വീഴുന്നവരെ രക്ഷിക്കാനായിട്ട് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ സേവാഭാരതിയോ നടത്തുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പ് അങ്ങനെയില്ല. സേവന സന്നദ്ധരായ കുറേ ചെറുപ്പക്കാർ, ഞാൻ അത് മനസ്സിലാക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് പേരെടുക്കാനുള്ളൊരു മത്സരം അതിനകത്ത് നടക്കുന്നു. അതിനെയാണ് ഞാൻ പരിഹസിക്കുന്നതും വിമർശിക്കുന്നതും. സേവനത്തെ ആർക്കും പരിഹസിക്കാൻ പറ്റും? സേവനം എല്ലാവരും ചെയ്യേണ്ടതാണ്. ഞാനും ചെയ്തിട്ടുള്ളവനാണ്, ഇപ്പോഴും അതുപോലെ ചെയ്യും. ആരെങ്കിലുമൊക്കെ ഞാൻ ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ എന്നെ മറ്റുള്ളവർ പിടിച്ചെണീപ്പിക്കും. ഇതൊക്കെ മനുഷ്യജന്മത്തിൽ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ പേരെടുക്കാനായിട്ട് ലേബലും കൊണ്ടൊക്കെ നടക്കുന്ന ഒരു വില കുറഞ്ഞ പരിപാടിയല്ലേ. ശരി, എന്ത് വാങ്ങിക്കോട്ടെ. ചുരുക്കി പറഞ്ഞ് കിച്ചൺ ക്ലോസ് ചെയ്തു. ഭക്ഷണം തന്നെ അഡീഷണലായിട്ട് കിച്ചൺ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ ഭക്ഷണമുണ്ട്, തൻ്റെ അടുക്കള തന്നെ പൂട്ടിയിട്. ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്ന പപ്പടമില്ലേ, അതുപോലും വേണ്ട എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അപ്പോഴൊന്നും ആരും ഈ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് പോകും എന്ന് ആലോചിച്ചില്ലേ? ഇതെന്തൊരു കഷ്ടം. ടോയ്ലറ്റിൻ്റെ കാര്യം ആലോചിക്കില്ല. കാരണം ടോയ്ലറ്റ് ഒരു മോശം വാക്കാണ് ഇപ്പോഴും മലയാളിക്ക്. ടോയ്ലറ്റ് എന്നുള്ള വാക്ക് ഉച്ചരിച്ചവനും ടോയ്ലറ്റിന് വേണ്ടി കാശ് വകയിരുത്തിയവനും ടോയ്ലറ്റാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യം എന്ന് പ്രഖ്യാപിച്ചവനുമായ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. അങ്ങേരാണ് നമ്മളുടെ നരാധമൻ, ശ്രീമാൻ നരേന്ദ്രമോദി. പുള്ളിക്ക് കിട്ട പേര് നരാധമൻ എന്ന്. കാരണം പുള്ളി ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു. അവസാനം സ്ത്രീകൾ കൂടടച്ച് മോദിക്ക് വോട്ട് ചെയ്തു. മനോരമായ ഏഷ്യാനെറ്റ് എനിക്ക് വലിയ വിഷമം. അവർ ചർച്ചയിൽ അവർ പറഞ്ഞത് ഞാൻ കേട്ടതാണ് കേട്ടോ. അതെ, നമ്മളിങ്ങനെയൊക്കെ പറയുമെങ്കിലും ടോയ്ലറ്റ് അത്യാവശ്യമല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സ്ത്രീകൾ വോട്ട് ചെയ്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെ മാറി. ഈ അനുഭവമൊക്കെ ഉണ്ടായിട്ട് പോലും പിന്നെയും ടോയ്ലറ്റില്ല. ഈ പറഞ്ഞ സ്ഥലത്ത് ഭക്ഷണം കൊണ്ടുപോയി ചാടിക്കുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ കഴിയാത്തതോ എന്ത് വാങ്ങിക്കോട്ടെ, ഭക്ഷണം വന്ന് ചാടുന്നു. ടോയ്ലറ്റ് ഇല്ല. മനുഷ്യനെ എന്ത് ചെയ്യും? അവിടെ അടുത്ത അയൽവക്കത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ആണുങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. സ്ത്രീകൾ എന്ത് ചെയ്യും? പിന്നെയും വലിയ പ്രയാസമാണ്. അവർക്കാണെങ്കിൽ ഒന്നുമില്ല, വീടുമില്ല, ഒന്നുമില്ല. ഈ പലരും വിചാരിക്കുന്നത് ഇവരൊക്കെ അഗതികളാണ്, 10 വയസ്സുടെ ഗതിയില്ലാത്തവർ. അങ്ങനെയല്ല. എല്ലാം ഉണ്ടായിട്ട് അത് ഒഴുക്കിൽ നഷ്ടപ്പെട്ടു പോയ മാന്യന്മാരായ ആൾക്കാരാണിത്. അവർക്കിപ്പോൾ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർ പിച്ചക്കാരാണെന്ന് വിചാരിക്കരുത്. അവർ വളരെ ഡീസൻ്റായിട്ട് നല്ല വീടുകളിൽ അന്തസ്സോടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇത് പ്രളയത്തിൽ, ഈ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയപ്പോൾ അവരൊന്നുമില്ലാത്തവരായി. അതുകൊണ്ട് അവർക്ക് ടോയ്ലറ്റ് എന്തിന്, അവർക്ക് പ്രൈവസി എന്തിന് എന്ന് വിചാരിക്കുന്നത് കഷ്ടമാണ്. ആകെ അവർക്ക് വേണ്ടത് എന്താ? തീറ്റിയല്ലേ, എന്നാ കൊണ്ടുപോയി തിന്ന്. കൈ കിട്ടിയതെല്ലാം വാരി, ഉള്ള പഴംതുണി എല്ലാം കിട്ടി അങ്ങോട്ട് അയച്ചു. എന്ത് ചെയ്യും? അവസാനം പറഞ്ഞ് ഇങ്ങോട്ട് സാധനങ്ങളെ കൊണ്ടുവരും, ഒരു സാധനവും വേണ്ട ഇവിടെ. ഇങ്ങനൊരു ഉത്തരവിടേണ്ടി വന്നു. അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ മന്ത്രി പരിഭ്രമിച്ചു. കാരണം ഒരു സാധനവും വേണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് മോശമല്ലേ. എന്നാൽ ഗ്രൗണ്ട് ലെവൽ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയക്കാരന് പറയാൻ വേണ്ടി, ഞാൻ രാഷ്ട്രീയക്കാരനില്ലാത്തതുകൊണ്ട് ഞാൻ തുറന്നു പറയാം, ഈ ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയും കയറ്റി വിടുന്നത് കാശിന് പോലും ഇല്ലാത്ത തുണിയും സാധനമൊക്കെയാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വീട്ടിൽ വേണ്ടാത്ത പഴന്തുണിയെല്ലാം ചുരുട്ടി കൂട്ടി ഒരു ലോറിയിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ടെമ്പോ നിറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് വിടുക. അവിടെ അവരെന്ത് ചെയ്യാനാണ് ഈ പഴന്തുണി കൊണ്ട്? നിങ്ങളുടെ പഴന്തുണി മോഹിച്ചല്ല അവരവിടെ കഴിയുന്നത്. അവർക്കിതെല്ലാം ഉണ്ടായിരുന്നവരാണെന്ന് സകലതും നഷ്ടപ്പെട്ടു. പാവങ്ങളുണ്ടാവാം, അതിലില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരും പിച്ചക്കാരൊന്നും ആയിരുന്നില്ല, അന്തസ്സായിട്ട് ജീവിച്ച മനുഷ്യരാണ്. നിങ്ങളവരെ പുനരധിവസിപ്പിക്കുന്നു, സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അന്തസ്സിന് കേടില്ലാതെ സഹായിക്കണം.
അവർക്ക് എന്തോ നമ്മൾ സൗജന്യം ചെയ്ത് കൊടുക്കുന്ന പോലെ ആ ഭാവം പാടില്ല. ഇതാണ് കഴിഞ്ഞ മാസം മോഹൻജി ഭാഗവത് പറഞ്ഞത്. സേവനം ചെയ്യുമ്പോൾ താൻ ചെയ്തു എന്നൊരു ഭാവം പാടില്ല എന്ന്. അന്ന് എല്ലാവരും കൂടെ പറഞ്ഞു, ഇത് നരേന്ദ്രമോദിക്കിട്ട് താങ്ങിയതാണ് മീശക്കാരൻ. നരേന്ദ്രമോദിക്കിട്ടൊന്നുമില്ല, സേവാ ക്യാമ്പിലാണ് ഇത് പറയുന്നത്, സ്വയം സേവകരുടെ ക്യാമ്പിലാണ് പറയുന്നത്. അപ്പോൾ ഈ പേരെടുക്കാനുള്ള മത്സരം, ഞാനാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള മത്സരം, ടി വിക്കാർ അവരുടെ കൺട്രോൾ റൂം തുറക്കുക. എന്ത് കൺട്രോൾ റൂം? ടി വിയിലിരുന്ന് എന്ത് കൺട്രോൾ ചെയ്യാൻ പോകുന്നു? ഇതൊന്നും ഒക്കെ വേണ്ടാത്തതാണ്. വേണ്ടത് ടോയ്ലറ്റായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയായ ജില്ലാ കളക്ടർക്കുണ്ടായി. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങേര് ഇവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യണ്ടേ? റിപ്പോർട്ടർ ചാനലിൻ്റെ അഗസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്യണം. പിന്നെ ഈ ലേബലും വെച്ച് ടീഷർട്ട് ഇട്ട് നടക്കുന്ന ആൾക്കാരെ മുഴുവൻ കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ബയോ ടോയ്ലറ്റ് 10 കൊണ്ടുവരാൻ പറ്റുമോ എവിടെന്നെങ്കിലും? വേഗം പോയി കോഴിക്കോടോ എവിടെയാണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്നിടത്ത് പോയിട്ട് എടുത്തുകൊണ്ട് പോവാം. അല്ലെങ്കിൽ തല്ലിക്കൂട്ട് ടെമ്പററി ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വലിയ മിടുക്കന്മാരാണ് സേവാഭാരതിക്കാർ. ഞാൻ വെറുതെ പറയുകയല്ല. ടെമ്പററി ടോയ്ലറ്റിൻ്റെ ഉസ്താദുമാരെന്ന് പറയുന്നത് സേവാഭാരതിക്കാരാണ്. ടെമ്പററി ആയിട്ട്, ഇതും ടെമ്പററി ആണല്ലോ, ഇവർക്ക് അധിക ദിവസം വേണ്ടല്ലോ. ഇത് 10-20 ദിവസം, അത് കഴിയുമ്പോൾ അവർക്ക് താമസിക്കാൻ വേറെ സൗകര്യം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാരുണ്ട്. ഇതൊന്നുമില്ലാതെ ഈ മനുഷ്യൻ ശബരിമലയ്ക്ക് ഇമെയിൽ അയക്കേണ്ട സ്ഥിതി വന്നത് എങ്ങനെയാണ്? അപ്പോൾ വേറെ ആരും ഇത് ചെയ്യുന്നില്ലേ? എന്താണ് ഈ ദുരിതാശ്വാസ ക്യാമ്പ്, അല്ലെങ്കിൽ വയനാട്ടിലെ ചൂരൽമല ഇടിഞ്ഞ് വീണ് കുഴപ്പം പറ്റി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വാസ്തവത്തിൽ എന്താ നടക്കുന്നത്? ഞാനവിടെ പോയി കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് ഈ കേരള ഹൈക്കോടതിയുടെ വിധി കയ്യിലുള്ളതുകൊണ്ടാണ്. ആ വിധിയിലാണ് പറയുന്നത്, വയനാട് ജില്ലാ കളക്ടർ ഇമെയിൽ അയച്ചു, 30-40 ടോയ്ലറ്റ് തരുമോ ചേട്ടാ എന്ന് ചോദിച്ച് ശബരിമലയിൽ നിന്ന് ആ ടോയ്ലറ്റ് ഇറക്കിക്കൊണ്ടുവന്നിട്ട് വയനാട് എത്തിച്ച് അവിടെ കയറ്റാനുള്ള പാടാലോചിച്ച് നോക്കി. അതിൽ എത്രയോ ഭേദമല്ലേ കോയമ്പത്തൂരിൽ നിന്ന് 10 ടോയ്ലറ്റ് മേടിക്കുന്നത്? അത് മേടിക്കാൻ കാശില്ലേ? ആ കാശില്ല എന്ന് പറയേണ്ട താമസം ആൾക്കാർ എന്ന് പറഞ്ഞ് കാശ് തരും. എത്ര കാശ് വേണം? എത്ര ടോയ്ലറ്റ് വേണം? നിങ്ങളിതൊന്ന് കല്യാൺ സിൽക്സിൻ്റെ പട്ടാഭിരാമനോടൊന്ന് പറഞ്ഞാൽ മതി, ചേട്ടാ ഇന്നമാതിരിയാണ്, ഭക്ഷണം മാത്രമല്ലല്ലോ മറ്റു കാര്യങ്ങൾ നടക്കുന്നത്, അത് വേണമല്ലോ, പിന്നെ ഞാൻ ശരിയാക്കാം പറഞ്ഞപ്പോൾ ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ്. ഇതൊക്കെ ഇരിക്കുമ്പോൾ ശബരിമലയിലേക്ക് അവിടെ 16-ാം തീയതി നട തുറക്കാനിരിക്കുന്നു. അവിടെയുള്ള ടോയ്ലറ്റ് പോലും പോരാ. അതുകൊണ്ടാണ് ഞാൻ 20 പേർക്ക് ഒരു ടോയ്ലറ്റ് എന്ന് പറയാൻ കയറിയതാണ്. ഈ 30,000-40,000 പേര് വരുന്ന സ്ഥലത്ത് ഈ ടോയ്ലറ്റുകൾ പോരാ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ അവർ വഴിനീളെ പല സ്ഥലത്ത് ടോയ്ലറ്റുകൾ വെച്ച് കാണും ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷൻ. അതല്ലാതെ ഇത്രയും വലിയ ക്രൗഡിനെ നിങ്ങൾക്ക് കാറ്റർ ചെയ്യാൻ ഈ ടോയ്ലറ്റ് പോരാ. 25-28 ടോയ്ലറ്റ്, അതിനകത്ത് 3 മുടങ്ങി കിടക്കുന്നു. അതെപ്പോൾ ഇനി നന്നാക്കുമെന്നറിയാൻ വയ്യ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പകുതി മുടന്നിയാണ് ശബരിമല നിൽക്കുന്നത്. ആ ശബരിമലയിൽ നിന്ന് ടോയ്ലറ്റും കടത്തി വയനാട് കൊണ്ടുപോകാൻ പോകുന്നു. കൊണ്ടുപോക്കും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈ പറഞ്ഞ സഹായം സംഗതിയൊന്നും ഇല്ല എന്നും കൂടെ പറയേണ്ടി വരും. ഇവരൊക്കെ പറയുന്നത് വെറും വാചകമാണ്, ആരും ഒന്നും ചെയ്യുന്നില്ല, ടോയ്ലറ്റ് പോലും തരാൻ ആളില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിത് ശബരിമലയിൽ നിന്ന് എടുക്കേണ്ടി വരുന്നു എന്ന് പറയണം. തുറന്ന് പറയുന്ന ജനങ്ങൾ അറിയട്ടെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഈ ടി വിയിൽ കാണുന്നതാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ. നേരിട്ട് ദുരന്തമുഖത്ത് സന്ദർശിച്ച ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണല്ലോ. ബാക്കി മലയാളികൾ, ഞാനടക്കമുള്ളവർ ടി വിയിൽ കാണുന്ന വിവരങ്ങളാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിക്കുന്നത്. ഇനി അതല്ല യാഥാർത്ഥ്യമെങ്കിൽ അതല്ല എന്ന് തുറന്നു പറയേണ്ടത് ഭരണകൂടമാണ്. ഭരണകൂടവും വാ തുറക്കാതെ ഇങ്ങനെ നൈസ് വർത്തമാനം മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയുക, ഇന്ന സാധനങ്ങളാണ് വയനാട് വേണ്ടത്, അതിൽ ബയോ ടോയ്ലറ്റ് വേണമെങ്കിൽ ബയോ ടോയ്ലറ്റ് എന്ന് എഴുതുക. ടോയ്ലറ്റ് ഒരു തെറിവാക്കല്ല. ടോയ്ലറ്റ് കൊടുത്തും ടോയ്ലറ്റ് എന്ന് പറഞ്ഞും വോട്ട് വാങ്ങാം എന്ന് തെളിയിച്ച ആളാണ് നരേന്ദ്രമോദി. അങ്ങേരുള്ള ദേഷ്യം കൊണ്ട് നിങ്ങൾ ടോയ്ലറ്റ് വാങ്ങാതിരിക്കരുത്. ടോയ്ലറ്റ് മനുഷ്യന് അത്യാവശ്യമാണ്, ഭക്ഷണം പോലെ തന്നെ ആവശ്യമാണ്. അതല്ലെങ്കിൽ വേണ്ടാത്ത അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും, ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇതുപോലത്തെ ഈ ഇല്ലാത്ത പ്രസ്റ്റീജ് ഇട്ട് കളിച്ചിട്ട് മനുഷ്യൻ്റെ ആരോഗ്യം തന്നെ തകരാറിലാകും. അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതവും ചിരിയും അതിൻ്റെ കൂടെ സങ്കടവും തോന്നി ഈ കോടതിയുടെ ഇടപെടൽ കണ്ടപ്പോൾ. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശബരിമലയിലെ ടോയ്ലറ്റ് എടുത്തുകൊണ്ട്
വയനാട് കൊണ്ടുപോവുകയും ആ കൊണ്ടുപോകണ വഴിക്ക് അത് ചീത്തയായി എന്ന് പറഞ്ഞിട്ട് വയനാട് ഉപയോഗിക്കാൻ പറ്റാതെ ആകുകയും അതവിടെ എറിഞ്ഞു കളയുകയും ചെയ്യുമായിരുന്നു. ഇതാണ് സംഭവിക്കുക. നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞ ബയോ ടോയ്ലറ്റ് ലോറിയിലൊക്കെ കയറ്റി ഒരു പരുവമാകും വയനാട്ടിൽ ചെല്ലുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ടാങ്ക് പൊട്ടിയും മറ്റേത് പൊട്ടിയും അതിൻ്റെ ഒടിഞ്ഞോ പറഞ്ഞു എന്നൊക്കെ പോകും. ഇവരുടെയിലുള്ള 28 3 കേടായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അനക്കാതെ വെച്ചതിൽ 3 കേടാണ്. അപ്പോൾ ഇനി അനക്കി കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? അതുകൊണ്ട് ഈ വേണ്ടാതിനത്തിനൊന്നും പോകാതെ വയനാട്ടിൽ സഹായത്തിന് യാതൊരു കുറവുമില്ല. അത് ഈഗോ പ്രശ്നമില്ലാതെ അക്സെപ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകണം. താങ്ക് യു.